പ്രയോജനകരമായി എന്ന് അഭിമാനത്തോടെ പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ദൈവവചനത്തിൽ എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ മൊർദെഖായിയെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവ്വവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് പാസ്റ്റർ PM ജോയ്. പാസ്റ്റർ PM ജോയിയെ കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും കർത്താവിൻ്റെ ദാസന് ഞാൻ ഈ തരുണത്തിൽ നേരുകയാണ്. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിന് നന്ദിയോട് സ്തോത്രം. നാം ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ആരാധനയിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും, സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ ഏവരെയും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനമറിയിക്കുകയാണ്. നമുക്ക് ഒരു ദിവസം കൂടെ ഈ രാജ്യത്ത് ദൈവം നൽകി. അത് ഈ പകൽക്കാലവും കർത്തൃസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിപ്പാൻ തക്കവണ്ണം 2 യുവാക്കൾ ഇന്ന് പകൽക്കാലം അതിനും ദൈവം അവസരം നൽകി. എല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഈ രാജ്യത്ത് നാം പരദേശികളായി പാർക്കുമ്പോൾ ലഭിക്കുന്ന ഓരോ മിനിറ്റും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നാം എല്ലാവരും അറിയുന്നു. അതെപ്പോഴും നമ്മുടെ ചിന്തയിലിരിക്കണം. ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവമക്കൾക്ക് എപ്പോഴും ആ കാൽവറി ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ സ്തുതിക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അത്ര വലിയ അത്ഭുത പ്രവൃത്തിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. എന്നാൽ ദൈവത്തെ ഈ വിധം സ്തുതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് എന്തിനു സ്തുതിക്കണം എന്നാരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ നീ നിന്നെ തന്നെ ഒന്ന് നോക്കിയാൽ മതി. ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പ് അത് ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. അത് ഭയങ്കരമാണ്, അതിശയമാണ്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, ഇതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ഒക്കെ നാം വല്ലപ്പോഴുമെങ്കിലും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ ചിന്ത എന്താണ്? ദൈവവും നാമുമായിട്ടുള്ളതായ ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റു വിഷയങ്ങളോടുള്ള നമ്മുടെ ചിന്തയും നമ്മുടെ സമീപനവും ഒക്കെ. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ ഈ അഖിലാണ്ട മണ്ഡലത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത, നമ്മുടെ കരങ്ങളിലുള്ള ദൈവവചനം അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത, നമ്മുടെ ജീവിതത്തോടുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്, പാപത്തെക്കുറിച്ചുള്ളതായ ആ ബോധം, അതിനോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം, ദൈവവചനത്തെ അനുസരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ശരിയായ അറിവും ദൈവത്തോടുള്ള നമ്മുടെ ശരിയായ ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ആശയം നമ്മുടെ ഹൃദയത്തിൽ ഉളവായി കഴിഞ്ഞാൽ നാം ആരാണ്, നാം എന്തു ചെയ്യണം എന്നൊക്കെയുള്ള തെറ്റായ ആശയത്തിലേക്ക് നമ്മെ വഴി നടത്തുകയും നമ്മുടെ ജീവിതം തന്നെ
തെറ്റായ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുവാൻ തക്കോണം ഇടയായിത്തീരുകയും തെറ്റായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഉള്ള ഒരേ ഒരു ജീവിതം, ഒറ്റ പ്രാവശ്യം മാത്രം, അത് തെറ്റായി സഞ്ചരിച്ച് തെറ്റായ ലക്ഷ്യസ്ഥാനത്തിലേക്ക്, തെറ്റായ നിത്യതയിലേക്ക് നയിക്കപ്പെടുവാൻ തക്കോണം ഇടയായിത്തീരും. അപ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ളതായ ശരിയായ ഒരു ബോധം, ഒരറിവ്, ഒരു ബന്ധം, അതിനെ അടിസ്ഥാനമാക്കിയാണ്. ദാവീദ് ദൈവത്തെക്കുറിച്ച് ആഴമായി ചിന്തിക്കുകയും ദൈവത്തെ അനുഭവിക്കുകയും ദൈവം ആരാണെന്ന് മനസ്സിലാക്കി സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ഒരു ദൈവത്തെ വെളിപ്പെടുത്തി വരച്ചു കാട്ടുന്ന അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു സങ്കീർത്തനം നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി രചിച്ചു നൽകിയിട്ടുണ്ട്. അതാണ് 139-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. വേദശാസ്ത്രത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഈ ശരിയായ ബോധം ദൈവത്തെക്കുറിച്ച് നമുക്ക് ഉളവായി തീരുകയുള്ളൂ. അതാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം കുറിവാക്യമായി വായിച്ച ഈ വചനഭാഗം, എന്നെ സൃഷ്ടിച്ച ദൈവം, സങ്കീർത്തനത്തിലെ എല്ലാ ഓരോ വാക്യങ്ങളും ഓരോ വാക്കുകളും നാം ആഴമായി ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ദൈവത്തെ ഒളിച്ച് എങ്ങും പോയി മറഞ്ഞിരിക്കുവാൻ തക്കോണം സാധിക്കയില്ല. അങ്ങനെ വലിയവനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ഈ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. അത് ആ സൃഷ്ടിയെക്കുറിച്ച് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന വിഷയമാണ്. എങ്കിലും അതൊന്നുകൂടെ ഓർത്ത് ദൈവത്തെ ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയായി തീരുമാറാകട്ടെ. ഈ വചനം കേൾക്കുവാൻ തക്കവണ്ണം തുറക്കപ്പെട്ട ഒരു ചെവിയും ഒരുക്കപ്പെട്ട ഒരു ഹൃദയവും ഉണ്ടെങ്കിൽ ഈ വചന കേൾവി നമ്മളാരും മൗനമായിരിക്കുവാനല്ല, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കണമെന്ന് പ്രേരണ ഉളവാകുന്ന ഹൃദയങ്ങളൊന്നും അത് അടക്കി വയ്ക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 1995 ബഹ്റിൻ എയർപോർട്ടിലെത്തിയ എന്നെ സ്വീകരിക്കാൻ വന്ന പാസ്റ്റർ PN ജോയിയെ ഞാൻ അന്ന് ആദ്യമായി കാണുകയാണ്. അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. ദേവദാസി മേഴ്സി മാമയെ പരിചയപ്പെടുന്ന അവസരമുണ്ടായി. തുടർന്ന് 2 വട്ടം കൂടെ ഞാൻ ബഹ്റിനിൽ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം അവരുടെ സ്നേഹവും ആതിഥ്യവും സമൃദ്ധിയായി എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് മറ്റനേകരെ പോലെ സന്തോഷത്തോടെ, നന്ദിയോടെ ഞാൻ ഇന്ന് ഓർക്കാറുണ്ട്. ഒരു കമ്പനിയിൽ ഉയർന്ന ഒരു ഉദ്യോഗം നോക്കുമ്പോൾ തന്നെ പൂർണ്ണസമയ പാസ്റ്റർമാരെക്കാൾ അധികം കർത്താവിൻ്റെ വേല സജീവമായി ചെയ്തു വരികയാണ് 4 പതിറ്റാണ്ടുകളായിട്ട് പാസ്റ്റർ PM ജോയി. പാസ്റ്റർ ജോയിയുടെ മിനിസ്ട്രി 40 വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ തന്നെ അഭിനന്ദിക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെ എനിക്ക് എടുത്തു പറയേണ്ടത് തൻ്റെ സഭയെക്കുറിച്ചാണ്. തന്നെ എന്നും പിന്തുണയ്ക്കുന്ന, പ്രാർത്ഥനയിൽ പോരാടുന്ന, തൻ്റെ ശുശ്രൂഷകളെ ബഹുമാനിക്കുന്ന ഒരു സംഘം ദൈവമക്കൾ, അവരുടെ സംഭാവനയും പാസ്റ്റർ ജോയിക്ക് ശുശ്രൂഷപരമായിട്ടെന്നും അനുഗ്രഹമായിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു സംഗതി. പാസ്റ്റർ PM ജോയി നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് എക്കാലത്തും അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ബഥേൽ ബൈബിൾ കോളേജിനെ ബഹ്റിൻ AG സഭ എക്കാലത്തും പിന്തുണച്ചിട്ടുണ്ട്. ബൈബിൾ കോളേജിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറായിട്ടും കൂടെ പാസ്റ്റർ PM ജോയി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. പാസ്റ്റർ ജോയിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം നൽകിയിട്ടുണ്ട്. ശുശ്രൂഷയിലും കുടുംബജീവിതത്തിലും ഉദാത്ത മാതൃക കാഴ്ചവെക്കുന്ന പാസ്റ്റർ PM ജോയിക്ക് ഇനിയും അനേക വർഷങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടേത് ദൈവം നൽകട്ടെ. ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ PM ജോയി ബഹറിലെ തൻ്റെ പ്രവാസ ജീവിതത്തിൽ 40 വർഷം പൂർത്തീകരിക്കുന്നു എന്നതിൽ
ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഔദ്യോഗിക ജോലിയുടെ തിരക്കുകൾക്കിടയിലും ദൈവം തന്നെ ഏൽപ്പിച്ച ഇടയ ശുശ്രൂഷ വിജയകരമായും ഭംഗിയായും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യമാണ്. കഴിഞ്ഞ 23 വർഷം അദ്ദേഹവുമായി അടുത്തിടപഴകുവാനും സഹകരിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഇടയ ശുശ്രൂഷ അനുഭവിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഉത്തമമായ ഒരു വ്യക്തിത്വത്തിനും കുടുംബജീവിതത്തിനും ഉടമയാണെന്ന് എനിക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു സഹ ശുശ്രൂഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ഇടയായിട്ടുണ്ട്. സഭാപരമായ കാര്യങ്ങൾ വികാരപരമായല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന വലിയൊരു പാഠം അദ്ദേഹത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവകൃപയോടും പ്രാർത്ഥനയോടും ശാന്തതയോടും ആ കാര്യങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നോക്കിക്കാണുവാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിനും കുടുംബത്തിനും ഈ തരുണത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ആദരണീയനും എൻ്റെ ആത്മീയ ഗുരുവും സ്നേഹിതനുമായ പാസ്റ്റർ PM ജോയ് അവർ ബഹ്റൈനിൽ 4 പതിറ്റാണ്ടുകൾ പിന്നിട്ടു എന്നോർക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ 40 വർഷത്തിനുള്ളിൽ ബഹ്റൈൻ AG സഭയുടെ സീനിയർ ശുശ്രൂഷകനായി താൻ 34 വർഷം പ്രശസ്തമായിട്ടുള്ള സേവനം ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തെ വളരെ അടുത്ത് ശ്രദ്ധിച്ച എനിക്ക് പ്രത്യേകമായ പല സവിശേഷതകളും കാണുവാൻ ഇടയായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ദൈവം വിളിച്ചതാണെന്നുള്ള അടിയുറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ആ വിശ്വാസം ആണ് പല പ്രതിസന്ധികളിലും ധൈര്യമായി മുന്നോട്ട് വരുവാനും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷത്തോളം കൊണ്ടുവരുവാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, സത്യ സുവിശേഷം വിശിഷ്യ പെന്തക്കോസ്ത് അടിസ്ഥാന ഉപദേശങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും സത്യ സുവിശേഷവും പെന്തക്കോസ്ത് അടിസ്ഥാന ഉപദേശങ്ങളും വിശ്വസിക്കുക മാത്രമല്ല പ്രചരിപ്പിക്കുവാൻ തക്കണം എപ്പോഴും ഉത്സാഹഭരിതനായി അദ്ദേഹത്തെ കാണുവാൻ ഇടയാക്കിയിട്ടുണ്ട്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാതൃക പുലർത്തുവാനും മാത്രമല്ല കുടുംബത്തെയും ആ വിധത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാനും യോശുവ പറയുന്ന പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും ആ വിധത്തിൽ സാക്ഷ്യപ്പെടുത്തി കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹീതനായിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ PM ജോയ് അവർ കഴിഞ്ഞ 40 വർഷം ബഹ്റൈനിൽ പിന്നിടുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നതായ ഒരു ചിന്ത തന്നോടൊപ്പം അവിടെ ആയിരുന്ന വർഷങ്ങളാണ്. 1983 മുതൽ 2003 വരെയുള്ള കാലഘട്ടം ബഹ്റൈനിൽ ആയിരിക്കാനും കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷ വിവിധ സന്ദർഭങ്ങളിൽ അനുഭവിക്കാനും ഒക്കെ എനിക്കിടയായ നല്ല ദിവസങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. 96 മുതൽ 2003 വരെയുള്ള കാലഘട്ടം അദ്ദേഹം എൻ്റെ പാസ്റ്ററായിരുന്നു എന്നുള്ളതും നന്ദിയോടെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്. ഞങ്ങൾ കുടുംബമായി ആയിരുന്നു. എൻ്റെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക് എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ആ ചർച്ച് ഒരു ഫലകരമായ നിലയിൽ ആയിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അനേകരെ നേതൃനിരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന തൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഭവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കുവാൻ കൊള്ളാകുന്ന നല്ല ഒരു മാതൃക താൻ ആ നിലയിൽ കാണിച്ചിട്ടുണ്ട്. തന്നോടൊപ്പം അവിടെ ആരാധിച്ചിരുന്നവർ മിക്കപേരും ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ ആയിരിക്കുന്നു. ആരോട് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ഒരേ ഉത്തരം പറയുവാൻ കഴിയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ കർത്താവിന്റെ ശുശ്രൂഷയെ, ദാസന്റെ ശുശ്രൂഷയെ ഒരിക്കലും വിസ്മരിക്കുവാനാവതല്ല എന്നുള്ളത് മാത്രമേ എല്ലാവർക്കും പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. തൻ്റെ തുണയായി കൊടുത്ത പ്രിയ അമ്മാമ കർത്താവിന്റെ ദാസനോടൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് ഒരുമിച്ച്, അവരുടെ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതും ഞങ്ങൾക്കൊക്കെ അത് മാതൃകയാക്കി എടുക്കുവാൻ തക്കവണ്ണം നല്ല മാതൃക താൻ കാണിച്ചിട്ടുണ്ട്. തൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായിരുന്നു. അത് ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവ് വരുവാൻ താമസിച്ചാൽ എനിക്ക് ആയുസ്സും ആരോഗ്യവും നൽകിക്കൊടുത്ത് കർത്താവിന്റെ വേലയിൽ പിന്നെയും ശക്തമായി ഉപയോഗിക്കുവാൻ കർത്താവ് തന്നെ ആ നിലയിൽ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ